അപ്പോൾ കേജ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേഡ്സിനെ പോയി എടുത്താലോ? തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പൊ ചാലക്കുടിയിൽ നമ്മുടെ ബേഡ്സ് എത്താറായിട്ടുണ്ട്. വിളി വന്നായിരുന്നു. അപ്പോൾ വേഗം പോയി എടുത്തിട്ട് വരാം. അങ്ങനെ കറക്റ്റ് സമയത്ത് നമ്മുടെ ബേഡ്സിനെ കൊണ്ടുപോയി ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഡെലിവറി ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് നമ്മളിതേ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്, ഉമ്മാർക്ക് എന്തെങ്കിലും തിന്നാൻ മേടിക്കണ്ടേ. പിന്നെ അയച്ചു തന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാരത്തിനെയൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നെ ഫോർമുല ആള് ഓൾറെഡി അയച്ചിട്ടുണ്ട്, നമ്മുടെ ബേർഡിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേനയൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിക്കുകയാണ്. വേഗം തന്നെ അൺബോക്സ് ചെയ്ത് നമ്മുടെ പക്ഷിക്കുട്ടന്മാരെ പുറത്തെടുക്കാം. അപ്പോൾ ദേ ഇരിക്കുന്നു. എല്ലാവരും പേടിച്ചിരിക്കണം. എല്ലാവരും എന്നല്ല, രണ്ടുപേരുള്ളൂ. നല്ലോണം പേടിച്ചായിട്ടിരിക്കണേ. ആണെങ്കിൽ വരാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോർമുല. ഇത് കുറച്ച് പ്രീമിയം സാധനമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 15 ദിവസം കൊടുത്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ കൂടുതൽ അവന്മാരാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ബേർഡ്സിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ ലവ് ബേർഡിൽ പെട്ട ഫിഷേഴ്സ് ലവ് ബേർഡാണ്. ഇതിൻ്റെ ഒരു യെല്ലോ പൈഡ് മ്യൂട്ടേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓണർ സ്പൂൺ ഫീഡ് ചെയ്താണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ക്രോപ്പ് ഫീഡൊക്കെ കണ്ടിട്ടുണ്ട്, സിറിഞ്ചിലും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ സ്പൂൺ ഫീഡ് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ബേർഡ്സിനെ വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ആളുടെ അക്കൗണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മെൻഷൻ ചെയ്തേക്കാം, പോയി വാങ്ങിച്ചോ.